Mr. Kayamkulam Yunus, Mr. Suhail, ബഹുമാന്യരായ സുഹൃത്തുക്കളെ, വക്കം അബ്ദുൽ ഖാദറിൻ്റെ ജന്മശതാബ്ദി വർഷമാണ് 2012. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വിലയിരുത്തുവാനും അദ്ദേഹത്തിൻ്റെ സ്മരണ വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഈ ഒരു വർഷക്കാലം 2012-13 വർഷക്കാലം വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ലോക്സഭയിലെ നമ്മുടെ പ്രഗത്ഭനും പ്രശസ്തനും പ്രിയങ്കരനുമായ ഡോക്ടർ ശശി തരൂർ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എനിക്കാദ്യമായി അല്പം ദുഃഖത്തോടു കൂടി തന്നെ പറയുവാനുള്ളൊരു കാര്യം, നാം സാഹിത്യത്തിലെ നമ്മുടെ പൂർവഗാമികളെ അർത്ഥപൂർണമായി ആദരിക്കുവാനും പിൻതലമുറകൾക്ക് പ്രയോജനകരമായ നിലയിൽ അവരുടെ സേവനങ്ങളെ വിലയിരുത്തുവാനും അവരുടെ മറ്റു പ്രവർത്തനങ്ങളെ സാകല്യേന മനസ്സിലാക്കുവാനുമുള്ള ഒരു സംസ്കാരം ഇനിയും വളർത്തിയെടുത്തിട്ടില്ല എന്നുള്ള ആ ദുഃഖകരമായ സത്യമാണ് വക്കം അബ്ദുൽ ഖാദറിനെ പറ്റി സ്മരിക്കുമ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിൽ വരുന്നത്. വളരെ അയുക്തികങ്ങളായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് സാഹിത്യത്തിലെ പൂർവികന്മാരെ, പൂർവഗാമികളെ ആദരിക്കുകയും കൊണ്ടാടുകയും ചെയ്യാറുണ്ട്. അതല്ല ശാസ്ത്രീയമായ സമീപനം. അങ്ങനെയല്ല ഇന്ന് ലോകത്തിലെ പരിഷ്കൃത രാജ്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ പൂർവികന്മാർ മറ്റൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ സാമൂഹ്യമായ ഘടന, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ സാമൂഹ്യമായ ഘടന, എന്തിന് സാമ്പത്തികമായ ഘടന പോലും സാഹിത്യ പ്രവർത്തനങ്ങളെ വളരെ നിഗൂഢമായും പലപ്പോഴും പ്രകടമായും സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് വക്കം അബ്ദുൽ ഖാദർ. സാഹിത്യകാരന്മാർ രണ്ട് തരക്കാരുണ്ട്. ഒന്ന് നൈസർഗികമായ മേന്മയുള്ളവർ, ഇൻട്രിൻസിക് മെറിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കഴിവുള്ളവരുണ്ട്. മറ്റു ചില സാഹിത്യകാരന്മാർ അത്ര തന്നെ ഇൻട്രിൻസിക് മെറിറ്റിലുള്ളവരല്ലെങ്കിൽ തന്നെയും ചരിത്രപരമായ പ്രാധാന്യമുള്ള എഴുത്തുകാരുണ്ട്. ഈ വിഭജനം വളരെ അപൂർണമാണെന്ന് എനിക്കറിയാം. വളരെ തൃപ്തികരമല്ലാത്ത ഒരു വിഭജനമാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടെന്നാൽ നൈസർഗികമായ കഴിവുകളുള്ള, അതല്ലെങ്കിൽ നൈസർഗികമായ പ്രാധാന്യമുള്ള എഴുത്തുകാരും ചിലപ്പോൾ ചരിത്രപരമായ പ്രാധാന്യമുള്ളവരായി തീരാറുണ്ട്. അതുപോലെ തന്നെ ചരിത്രപരമായ പ്രാധാന്യമുള്ളവർ വളരെ നല്ല കൃതികൾ രചിച്ച് അവരുടെ സർഗാത്മകത തെളിയിച്ചിട്ടുമുണ്ട്. എങ്കിലും ഈ ഒരു വിഭജനം
സാഹിത്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും സാഹിത്യ ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളവും വർഗീകരിക്കുന്നതിന് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ രണ്ട് ഗണത്തിലും പെടുത്താവുന്ന ഒരാളായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി മലയാള സാഹിത്യത്തിൽ ഒരു ഊഷര കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്നു. വക്കം അബ്ദുൽ ഖാദറിന്റെ കാലത്തിന് ശേഷം പെട്ടെന്നൊരു പുഷ്കലമായി തീർന്നു മലയാള സാഹിത്യ രംഗം. പക്ഷേ ആ പൂർവാർദ്ധം എന്ന് പറയുന്ന ആ കാലഘട്ടം വളരെ ശുഷ്കമായൊരു കാലഘട്ടമായിരുന്നു. കുറേയധികം കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട്, കുറെ കഥകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, അപൂർവമായി ചില ജീവചരിത്രങ്ങളും ഗദ്യകൃതികളും ഉണ്ടായിട്ടുണ്ട്. നവക്ലാസിക്കൽ കാലഘട്ടത്തിൽ നിന്ന് വന്ന കൃതികൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അതല്ലാതെ പിന്നീടുണ്ടായ ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ജീവൽ സാഹിത്യ പ്രസ്ഥാനം, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്നെല്ലാമുള്ള പ്രസ്ഥാനങ്ങളുടെ ഫലമായി മലയാള സാഹിത്യത്തിൽ പെട്ടെന്നൊരു നവോത്ഥാനം ഉണ്ടായി എന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പാരമ്പര്യമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ വക്കം അബ്ദുൽ ഖാദർ സാഹിത്യ പ്രവർത്തനം നടത്തുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ വളരെ എഴുത്തുകാർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ പ്രസിദ്ധീകരണശാലകളില്ല, പ്രസാധകന്മാരില്ല, പത്രങ്ങളില്ല, നിരൂപകന്മാരില്ല. വളരെ കുറച്ച് മാത്രം. ഒരു സാഹിത്യകാരനെ എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ ഒരു മൂന്നാംകിട സാഹിത്യകാരന് പോലും സാഹിത്യ പ്രവർത്തനം കൊണ്ട് സാമാന്യം സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അബ്ദുൽ ഖാദറിന്റെ ജീവചരിത്രം വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഒരു പ്രസിദ്ധനായ പിതാവിൻ്റെ പ്രഗത്ഭനായ പുത്രനായിരുന്നു അദ്ദേഹം. പക്ഷേ തൻ്റെ പിതാവിൻ്റെ മാർഗമല്ല അദ്ദേഹം പിന്തുടർന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ആ പാരമ്പര്യത്തിൻ്റെ ചില വശങ്ങൾ തീർച്ചയായും അബ്ദുൽ ഖാദറിന്റെ ജീവിതത്തിലും പ്രതിഫലിച്ച് കാണാം. പക്ഷേ തൻ്റെ പിതാവ് സഞ്ചരിച്ച അതേ പാതയിൽ കൂടെയല്ല അദ്ദേഹം സഞ്ചരിച്ച് സമാന്തരമായ മറ്റൊരു പാത സാഹിത്യത്തിൻ്റെ. വക്കം മൗലവി സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും നവോത്ഥാന സൃഷ്ടിയുടെയും എല്ലാം മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചത്. ഈ രണ്ടുപേരും കേരളത്തെ രണ്ട് വിധത്തിൽ, നാം ഇന്ന് ജീവിക്കുന്ന ഈ കേരളത്തെ, പ്രബുദ്ധ കേരളത്തെ